ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന മീലാദ് മൗലിദുകളെക്കുറിച്ച് ദിക്റുകളെക്കുറിച്ചൊക്കെ മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു. ഹൽ ഹിയ സുന്നത്തും ഫളീലത്തും ബിദ്അത്തുൻ, സുന്നത്താണോ, നല്ലതാണോ, അതല്ല ബിദ്അത്താണോ എന്നുള്ള ചോദ്യങ്ങൾ. ആ ചോദ്യത്തിന് മഹാനവറുകൾ പറഞ്ഞ മറുപടി, ആ ചോദ്യം നീണ്ടു പോകുന്നുണ്ട്. ആ ചോദ്യത്തിന് മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ? എന്താ പറഞ്ഞത്? ഫാജാബ ബിഖൗലിഹി അൽ മവാലിദു വൽ അദ്കാറുല്ലത്തി തുഫഅലു ഇൻദന, നമ്മുടെ കാലഘട്ടത്തിൽ നടക്കുന്ന മീലാദുകൾ, അതുപോലെ ദിക്റുകൾ, മൗലിദുകൾ, ഇവകളൊക്കെ അക്സറുഹാ മുഷ്തമിലുൻ അലാ ഖൈർ, അതിൽ ഭൂരിഭാഗവും ഒരുപാട് നന്മകളുണ്ട് അതിൽ. കാരണം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, വാള് പരിപാടികൾ നടക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്, നബിതങ്ങൾ ആരാണ് എന്ന് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഖൈറുകളുണ്ട്. ഖസദഖത്തിൻ വദിക്രിൻ വസലാത്തിൻ വസലാമിൻ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ വഅലാ ശർരിൻ, ചില തിന്മകളും അതിലുണ്ട്. ബൽ ശുറൂരിൻ, തിന്മയല്ല, ഒരുപാട് ഷെറുകളും ഉണ്ട്. ലൗലം യക്കുൻ മിൻഹാ ഇല്ലാ റുയത്തുൻ നിസാഇ റിജാലി ലജാലിബ്, ആണും പെണ്ണും തമ്മിലുള്ള കൂടിക്കലരൽ എന്നുള്ളത് അതൊരു ഭയങ്കര കുഴപ്പമാണ്. അത് ഒഴിവാക്കിയാൽ തന്നെ വേറെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, വേറെ ഒരുപാട് കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. ഓ ബാലുഹാ ലൈസ ഫിഹാ ഷർറുൻ, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആ ശർഈയായ രൂപത്തിൽ നടക്കുന്നവകളും, ഇബ്നു തങ്ങളുടെ കാലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, നടക്കുന്ന മീലാദ് ആഘോഷങ്ങളും ഉണ്ട്. ലാക്കിന്നഹ ഖലീലുൻ നാദിർ, പക്ഷെ വളരെ കുറവാണ്, അങ്ങനെ നടക്കുന്നത് വളരെ കുറവാണ്. വലാ ശക്ക, എന്നിട്ട് ഇബ്നു തങ്ങൾ പറയുന്നത് എന്താ? സംശയമില്ല, അന്നൽ ഖിസ്മൽ അവ്വല, ആദ്യം പറഞ്ഞു എന്ന് വെച്ചാൽ ഷർറുകൾ ഉൾക്കൊണ്ട ആഘോഷങ്ങൾ, അതിൽ കുഴപ്പങ്ങളുണ്ട്. ശർഈ വിരുദ്ധമായത് ഉൾക്കൊണ്ടിട്ടുള്ള ആഘോഷങ്ങൾ അത് മംനൂഉൻ, തടയപ്പെടേണ്ടതാണ്, അത് പാടില്ല. ആ ഷർറ് ഒഴിവാക്കണം എന്നല്ല ആര് പറയുന്നത്? ഇബ്നു തങ്ങൾ പറയുന്നത്. ഇബ്നു തങ്ങൾ പറയുന്ന ആ പരിപാടിയെ പാടില്ല. കാരണം ലിൽ ഖായിദത്തിൽ മഷ്ഹൂറ അൽ മുഖററ അന്ന ദർഅൽ മഫാസിദി മുഖദ്ദമുൻ അലാ ജൽബിൽ മസാലിഹ്, അതിൽ ചില നന്മകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും തിന്മകൾ ഒഴിവാക്കുന്നതിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ആ പരിപാടി വേണ്ട, ആ പരിപാടി വേണ്ട. ഫമൻ അലിമ വുഖൂഅ ഷൈഇൻ മിനശ്ശർരി ഫീമാ യഫ്അലുഹു, താൻ ചെയ്യുന്ന ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഷർറ് നടക്കും എന്നറിയുന്നവൻ, ഫഹുവ, അറിഞ്ഞുകൊണ്ട് തന്നെ അതിൽ കുറച്ച് നന്മയും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നവൻ, ഫഹുവ ആസിൻ ആസിബുൻ, അവൻ പാപിയാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ എന്താ? ഇതാ അമർത്തുക്കും ബിഷൈഇൻ ഫഅ്തു മിൻഹു മസ്തതഅ്തു, നിങ്ങളോടൊരു കാര്യം ഞാൻ കൽപ്പിച്ചാൽ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ചെയ്യുക. വൈദാ അമർത്തുക്കും വൈദാ നഹൈതുക്കും അന്നു ഫന്തഹു, നിരോധന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല, പൂർണ്ണമായി വർജിക്കണം. അവിടെ മസ്തതഅ്തും പറഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം നിരോധിച്ചാൽ കഴിവിൻ്റെ പരമാവധി ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ടില്ല, ഒഴിവായേ പറ്റൂ. കൽപ്പനയുടെ ഭാഗത്താണ് കഴിവിൻ്റെ പരമാവധി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഷർറുകൾ ഒഴിവാക്കപ്പെടണം. ഇവിടെ ഫുഖഹാക്കളുടെ ഇടയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. മഹാനായ ഇമാം റംലി റഹ്മഹുള്ളയുടെ അഭിപ്രായം ഹറാമുകൾ കലർന്നിട്ടില്ല, ഹറാമുകൾ ഒഴിവാക്കുക, ആ പ്രവർത്തനം തന്നെ ഒഴിവാക്കണമെന്നില്ല എന്നാണ് റംലി ഇമാമിൻ്റെ വീക്ഷണം. പക്ഷേ ഇബ്നു ഹജർ തങ്ങളുടെ വീക്ഷണം ആ പരിപാടി തന്നെ ഒഴിവാക്കണം എന്നാണ്. അപ്പം എന്തായാലും ഇത് ഈ തോന്നിയാസങ്ങൾ, മീലാദുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ തോന്നിയാസങ്ങൾ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പറ്റൂല. പ്രത്യേകിച്ച് ഈ അലങ്കാരങ്ങൾ. അടുത്ത് നോക്കി, തസ്യീനുൽ മസാജിദി വത്തുറുഖ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? പള്ളികളും വഴികളും അലങ്കരിക്കുക. ഇമാം നവവി പറയുന്നു, ഞാനല്ല, ഇതെന്ന് ഞാൻ പറയുന്നതല്ല, നവവി ഇമാം പറയുന്നത് കേൾക്കി. ഇമാം നവവി തൻ്റെ അൽ മജ്മൂഇൽ പറയുന്നു, മിനൽ ബിദഇൽ മുങ്കറ, വളരെ മുങ്കറായ, നഖശിഖാന്തം എതിർക്കപ്പെടേണ്ട ബിദ്അത്ത്, അനാചാരമാണ്. എന്ത്? മാ യുഫഅലു ഫീ കസീരിൻ മിനൽ ബുൽദാൻ, പല നാടുകളിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മിൻ ഈഖാദിൽ ഖനാദീലിൽ കസീറത്തിൽ അലീമത്തി സിർഫി, ഒരുപാട് ദീപാലങ്കാരങ്ങൾ, ദീപാലങ്കാരങ്ങൾ കൊണ്ട് പള്ളികളെ എന്ത് ചെയ്യുക? നിറയ്ക്കുക. ഫി ലയാലി മഅറൂഫ, ചില പ്രത്യേക രാത്രികളിൽ. മിനസ്സനത്തി,
വർഷത്തിൽ ചില പ്രത്യേക രാത്രികളിൽ. അന്ന് മീലാദ് ആഘോഷത്തിന് നബവി ഇമാമിൻ്റെ കാലഘട്ടത്തിൽ നബിദിനവുമായി ബന്ധപ്പെട്ട് ഈ പരിപാടി ഇല്ലാത്തതുകൊണ്ട് അത് പറഞ്ഞിട്ടില്ല. അന്നുണ്ടായിരുന്നത് ഏതാ? ലൈലത്തി നിസ്ഫി ഷഅബാൻ, ബറാഅത്ത് രാവിന് പള്ളി അലങ്കരിക്കുന്ന കാര്യമാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ തുടങ്ങിയുള്ളതൊക്കെ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു? എന്താണത്? ബിദ്അത്ത് മുങ്കറയാണ്. നഖശിഖാന്തം എതിർക്കപ്പെടേണ്ട ബിദ്അത്താണത്. അതിൻ്റെ കൂട്ടത്തിൽ ശേഷം ആ നവവി ഇമാമിൻ്റെ ആ ഫത്വ കഴിഞ്ഞ് താഴെ വാലാഫൽ ബുജൈരിമി ഇത് എടുത്തുത്തരിച്ചിട്ട് ബുജൈരിമി പറയുന്നൊരു വാക്കുകൂടെ ഉണ്ട്, ചോദിക്കും. ഒമിനൽ ബിദഇൽ മുങ്കറത്തി ഐലൻ, അതുപോലെ അനാചാരം എതിർക്കപ്പെടേണ്ട ബിദ്അത്തിൽപ്പെട്ടതാണ്, അനാചാരമാണ്. മാ യുഫ്അലു ഫിൽ ജവാമിഇ മിൻ ഈഖാദിൽ ഖനാദീലി, ചില പള്ളികളിൽ ദീപാലങ്കാരം നടത്തും. അത് കെടുത്തുന്ന പരിപാടിയില്ല. രാത്രിക്ക് അസറിനെ തുടങ്ങിയാൽ പിന്നെ കാലത്ത് 10 മണി വരെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അല്ലേ? ആവശ്യത്തിന് ലേറ്റ് കേൾക്കുമ്പോൾ പിന്നെ എല്ലാവരും പോയി കിടന്നുറങ്ങുമ്പോൾ അണയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളതങ്ങനെയല്ലേ? അതാ പറയുന്നത്. അത് ബുജൈരിമി പറയും. മിൻ ഈഖാദിൽ ഖനാദീലി വ തർക്കിഹ ഇലാ അൻ തത്ലുവ ശംസു വ തർതഫിയ, സൂര്യൻ ഉദിച്ച് നല്ല വെളിച്ചം ആകുന്നത് വരെ ഇങ്ങനെ ഈ ലൈറ്റുകളുടെ പ്രകാശം ലൈറ്റിട്ട് അലങ്കരിക്കുന്നത്, ഇതും നഖശിഖാന്തം എതിർക്കപ്പെടേണ്ട ബിദ്അത്താണ് എന്ന് ബുജൈരിമി പറയും. എന്നിട്ട് പറയുന്ന അതേ മുസ്ലിങ്ങളുടെ പരിപാടിയല്ല, വഹുവ ഫിഅലുൽ യഹൂദ്, ജൂതന്മാരുടെ പരിപാടിയാണ് ഇത്. ജൂത സുന്നത്താണ്, സുന്നത്തുൽ യഹൂദ്, ജൂതന്മാരുടെ ചര്യയാണ്, മുസ്ലിമീങ്ങളുടെ പരിപാടിയല്ല. അവരാണ് ഫി കനായിസിഹിം, അവരുടെ ചർച്ചുകളിൽ അവരുടെ ആരാധനാലയങ്ങളിൽ ഇങ്ങനെ കാണിക്കുന്നത്. നമുക്കതിന് എന്തെങ്കിലും പറ്റൂല. ബുജൈരിമി പറയും. ഇതൊക്കെയാണ് നമ്മുടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ കൊട്ടും പാട്ടും താളവും മേളവും, പിന്നെന്താ കുറെ ചെറുപ്പക്കാരുടെ എന്താണ് ബൈക്ക് റാലിയും. ആ ബൈക്ക് എന്താ ഒരു പച്ച റിബണാണ്. ഈ പച്ച എന്തോ ദീനിൻ്റെ അലാമത്താണെന്നുള്ളതാണ്. പച്ച എന്ന് പറയുന്ന കളറിനൊരു പ്രാധാന്യം വന്നത് നമ്മുടെ ഖലീഫ മാമൂൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണപരമായ ഒരു പരിഷ്കാരമായിരുന്നു ഏത്? പച്ച. അഹ്ലു ബൈത്തിൽപ്പെട്ടവർക്ക് പച്ച ഷാളിടാൻ അല്ലെങ്കിൽ പച്ച തലയിൽ കെട്ടാനും, അതുപോലെ ജൂതന്മാർ അഹ്ലു ബൈത്തിൽ തന്നെ ഫാത്തിമിയീങ്ങൾ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽ വരുന്നവർ പച്ചയും, അബ്ബാസി കുടുംബങ്ങളിൽ വരുന്നവർ, അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കുടുംബത്തിൽ വരുന്നവരുമാരാണ് അഹ്ലു ബൈത്താണല്ലോ. അപ്പം അവർ കറുപ്പ് ധരിക്കാനും, ജൂതന്മാർ അവരെന്ത് ചെയ്യാൻ, അവർ മഞ്ഞ ധരിക്കാനും, ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തു? ഓരോ കളറുകൾ ഓരോരുത്തർക്ക് നിശ്ചയിച്ചു. ജനങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയും അവരുടെ ഭരണപരമായ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഖലീഫ മാമൂൻ അത് നിശ്ചയിച്ചു. അതിനുശേഷം അദ്ദേഹം അതെന്ത് ചെയ്തു? കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അത് ഒഴിവാക്കി. പിന്നീട് വീണ്ടും അത് പരിഷ്കരിച്ചത് അതിന് ശേഷമുള്ള മറ്റൊരു രാജാവാണ്. ഖലീഫ അഷ്റഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് തോന്നുന്നു. അതെ, ഖലീഫ അഷ്റഫ് ഷഅബാൻ ബിൻ സുൽത്താൻ ഹസൻ ബിൻ മുഹമ്മദ് ഖലാവൂൻ എന്ന് പറയുന്ന ആളാണ് പിന്നീട് അഹ്ലു ബൈത്തിൽപ്പെട്ടവർ പച്ച ധരിക്കുക, അവരെ എന്ത് ചെയ്യുക, പ്രത്യേകമായി തിരിച്ചറിയാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും അത് തുടങ്ങി വെച്ചു. ഇത് ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇമാം ബുജൈരിമി അങ്ങനെ തുടങ്ങിയുള്ളവർ, ബുജൈരിമി അതുപോലെ ഇബ്നു ഹജർ ഹൈത്തമി തുടങ്ങിയുള്ളവരൊക്കെ ഇത് പറഞ്ഞിട്ട് അവർ അവസാനം പറയുന്നു, ചുരുക്കി പറഞ്ഞാൽ പച്ച എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും ധരിക്കാം, ധരിക്കാതിരിക്കാം. അതൊരു കളർ, അത്രയേ ഉള്ളൂ. അതിനെന്തില്ല ഇസ്ലാമുമായിട്ട് ബന്ധം ഇല്ല. പച്ചക്കൊടി ഉയർത്തുകയോ ഉയർത്താതിരിക്കുക, പച്ചക്കൊടി പിടിക്കുകയോ പിടിക്കാതിരിക്കുക. പച്ചക്കൊടി പിടിച്ചത് കുറ്റവുമല്ല, പിടിക്കാതിരിക്കുന്നത് കുറ്റമല്ല. പിടിച്ചത് പുണ്യവുമല്ല, പിടിക്കാതിരിക്കുന്നത് കുറ്റമല്ല. അത് അവരവരുടെ ഇഷ്ടം. അതുകൊണ്ട് ആരെയും എന്തെങ്കിലും ആക്ഷേപം. അപ്പം അതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആൾക്കാർ അവരെ തിരിച്ചറിയാൻ വേണ്ടി ഇങ്ങനെ ഒരു ഭരണപരിഷ്കാരം ഒരു രാജാവ് നടപ്പാക്കിയതാണ്. അതവർ തുടർന്ന് വന്നുകൊണ്ടിരുന്നു. പിന്നീട് ഞാനും അഹ്ലു ബൈത്താണ്, ഞാൻ തങ്ങളല്ലാത്ത തങ്ങന്മാരുണ്ടല്ലോ അല്ലേ, അഹ്ലു ബൈത്തിൽ പെടാത്ത, എന്നാൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന വ്യാജസിദ്ധന്മാരും ഒരു പച്ച ഷാൾ എടുത്തിടാൻ